Good evening. Good evening, dears. Good evening, ma'am. Good evening, ma'am. Good evening. ഇത്രേ ഗുഡ് ഈവനിങ് ഉള്ളൂ. ഇനി ഗുഡ് ആർക്കും ഈവനിങ്. നല്ലൊരു ഗുഡ് ഫ്രൈഡേ ആണല്ലേ ഇന്ന്. എല്ലാരും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങള്? ഹാപ്പി ആണോ എല്ലാരും? ഹലോ, എല്ലാരും ഹാപ്പി ആണോ? ഹാപ്പിയാണ്. മാഷാഅല്ലാ. Yes, ma'am. ഹാപ്പി. ഹാപ്പിയാണ്. പല രീതിയിൽ നിങ്ങൾ അൽഹംദുലില്ലാ. റെസ്പോൺസ് അറിയിക്കുന്നുണ്ട്. റിയാക്ഷൻസിലൂടെ ചാറ്റ് ബോക്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ചാറ്റ് ബോക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് അറിയിക്കുക, കണക്റ്റഡ് ആയിട്ടിരിക്കുക. ലൈല മാം വീഡിയോയിൽ വന്നിട്ടുണ്ട്. അതേപോലെ വീഡിയോയിലും കൂടെ കുറച്ച് പേരൊക്കെ വരികയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ നേരിട്ട് കണ്ട് ഈ ഒരു സ്പേസോ ഗ്യാപ്പോ ഒന്നും ഇല്ലാതെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് കൂടെ കിട്ടും. അപ്പോൾ മാക്സിമം പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോയിൽ വരാം. നിങ്ങൾക്ക് ഇന്നത്തെ ടോപ്പിക് അല്ലേ, എന്തായിരുന്നു ഇന്നത്തെ ടോപ്പിക്? എന്തായിരുന്നു ഇന്നത്തെ ടോപ്പിക്? Master the art of manifestation. മാസ്റ്റർ ദ ആർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷന്റെ മാസ്റ്റേഴ്സ് ആവാൻ അല്ലേ? അപ്പോൾ നമുക്ക് ചില പോയിന്റ്സ് ഒക്കെ, ചില ടിപ്സ് ഒക്കെ ഉണ്ടാകും, എഴുതിയെടുക്കാനൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ നല്ലൊരു സ്ഥലത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ആ ഒരു രീതിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം ആളുകൾ കുറച്ചുകൂടെ ആളുകളൊക്കെ ഒന്ന് ക്യാമറയിൽ വന്ന് നമ്മളൊന്ന് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിലൂടെ നമുക്ക് പോകാം. എന്താണ് നിങ്ങളൊക്കെ മാനിഫെസ്റ്റേഷൻ കുറിച്ച് പലതവണ പല രീതിയിൽ പലയിടത്തുനിന്നും കേട്ടവരായിരിക്കാം. അതിനുള്ള കാര്യങ്ങൾ പല തരത്തിലുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ, എന്താണ് ഈ മാസ്റ്റർ ദ ആർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ആർട്ടാണോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്? എന്താണ് ആക്ച്വലി മാനിഫെസ്റ്റേഷൻ? മാനിഫെസ്റ്റേഷനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പറയൂ, ഒന്ന് കേൾക്കട്ടെ. എന്താണ് മാനിഫെസ്റ്റേഷൻ? ആരാ പറയാ? മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടേം അല്ല. എന്തായാലും എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ എല്ലാവരും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടേം അല്ല മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് മനസ്സില് നമ്മള് കാണാ, നമുക്ക് നേടേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മളൊരു വിഷ്വലൈസ് ചെയ്യാന്നുള്ളതായിരിക്കും. ആണ് എന്റെ ചിന്ത, എന്റെ അറിവ് അങ്ങനെയാണ്. എന്നിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മളത് നേടിയെടുക്കുക. നമ്മളത് നേടിയെടുക്കുക. അത് നടക്കുന്നുണ്ടോ സബിത മാം? ഹലോ ഹലോ, നടക്കുന്നുണ്ട് മാം. എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നടക്കുന്നുണ്ടോ? ഷബാന മാം നടക്കുന്നുണ്ടോ? എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാമിന് വോയിസ് അയക്കണം എഴുതിയിരിക്കുകയായിരുന്നു. എന്നെ അറിയിക്കാറുണ്ട് മാനിഫെസ്റ്റേഷൻ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. അപ്പോ വിഷ്വലി ചെയ്യാന്ന് പറഞ്ഞു അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് നേടേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു. നമുക്ക് നേടേണ്ട കാര്യങ്ങൾ വിഷ്വലി ചെയ്യുക. എന്നിട്ട് അത് ആരോ ഒന്ന് ഇവിടെ ഒരു വേർഡ് യൂസ് ചെയ്തു, അട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ആരോ ഒന്ന് ആ ഒരു വേർഡ് യൂസ് ചെയ്തു, അട്രാക്ട് ചെയ്തെടുക്കുക. ചിലർ പറഞ്ഞു നേടിയെടുക്കുക എന്ന് പറഞ്ഞു. എന്തായാലും ബ്രിങ് ഇൻ റിയാലിറ്റി ആണ് അല്ലെ? നമ്മുടെ റിയൽ ലൈഫിൽ, റിയാലിറ്റിയിൽ വാട്ട് വി വാണ്ട് ടു അച്ചീവ് ഇൻ അവർ ലൈഫ്. നമുക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അത് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നേടിയെടുക്കുക, അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ? അതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അത് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസിലോ നമ്മുടെ ചിന്തകളിലോ ഒക്കെ വരുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന വേണ്ട കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി വിഷ്വലൈസ് ചെയ്യാന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു. അപ്പൊ ആ വിഷ്വലൈസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റാറുണ്ടോ? നോർമലി നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, വിഷ്വലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രിങ് ഇൻ അവർ ഇമാജിനേഷൻ ആണ്. ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടൂള് അല്ലെങ്കിൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ടൂൾ ഇറ്റ്സ് വെരി പവർഫുൾ അല്ലേ? ഇമാജിനേഷൻ ഇസ് മോർ പവർഫുൾ ദാൻ റിയാലിറ്റി എന്നാണ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. ഇമാജിനേഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, അങ്ങനെ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ പറയുന്നത് നോക്കണേ. നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ കൊണ്ടുവന്നിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്നുണ്ടോ? യെസ് ഓർ നോ? ആർ യു എ പവർഫുൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങളാണ്, നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ അങ്ങനെ പറ്റുമ്പോൾ എല്ലാവർക്കും അങ്ങനെ പറ്റുന്നുണ്ടോ?
ആർക്കെങ്കിലും സംസാരിക്കാത്ത ആർക്കെങ്കിലും ചില കാര്യങ്ങൾ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ചില അതന്നെ ചില കാര്യങ്ങൾ പറ്റുന്നുണ്ട്. നോ എന്ന് പറയുന്നുണ്ട് ചാറ്റ് ബോക്സിൽ. നോ യെസ് എന്ന് പറയുന്നുണ്ട്. ഷാനിമാം യെസ് എന്ന് പറയുന്നുണ്ട്. ഈ നോ എന്ന് പറയുന്നുണ്ട്. നോ എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്നാ ഞാൻ ചോദിക്കട്ടെ വേറൊരു ചോദ്യം. ആദ്യം ഞാൻ ചോദിച്ചത് നിങ്ങൾ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ എന്നാണ്. ഇനി നിങ്ങളുടെ ഇമാജിനേഷനിലോ ചിന്തകളിലോ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇൻ റിയാലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാറുണ്ടോ? നിങ്ങളുടെ ചിന്തയിലോ നിങ്ങളുടെ ഭാവനയിലോ നിങ്ങളുടെ ഇമാജിനേഷനിലോ ഒക്കെ വരുന്ന സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അതേപോലെ സംഭവിക്കാറുണ്ടോ? യെസ്, അപ്സര യെസ് പറഞ്ഞു. യെസ് യെസ്, യെസ് അതിന് ഒന്നുമില്ല. അത് യെസ് ആണ് അല്ലേ? അത് Yes. യെസ് ആണ്. സോ അത് യെസ് ആണെങ്കിൽ അതിനർത്ഥം മാനിഫെസ്റ്റേഷൻ ഈസ് സയന്റിഫിക് ആൻഡ് റിയൽ. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം റിയൽ ആണ്, സയന്റിഫിക് ആണ്. വാട്ട് യു വിഷ്വലൈസ് ഓർ ഇമാജിൻ അല്ലെ, ഇമാജിനേഷനിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ. പിന്നെ എന്തുകൊണ്ട് വേണ്ട കാര്യങ്ങൾ, തുടക്കത്തിൽ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ട നേടിയെടുക്കേണ്ട കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നേടിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് നോ വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം നിങ്ങൾ ഇമാജിനേഷനിൽ കൊണ്ടുവരുന്ന തോട്ടിൽ കൊണ്ടുവരുന്ന പല കാര്യങ്ങളും സംഭവിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനെല്ലാവരും യെസ് എന്ന് പറഞ്ഞു. അതിനർത്ഥം നിങ്ങളുടെ ചിന്തിക്കുന്ന രീതിക്കോ അല്ലെങ്കിൽ ചിന്തയിൽ വരുന്ന സംഗതികൾക്കോ എന്തോ സംതിങ് എന്തോ ഒരു പ്രശ്നമുണ്ട്. മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചിന്തിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന നേടിയെടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു ജസ്റ്റ് ഒരു ആഗ്രഹിക്കൽ മാത്രമല്ല, കോൺഷ്യസ്ലി ക്രിയേറ്റിംഗ് വാട്ട് വി നീഡ്. നമുക്ക് എന്താണോ വേണ്ടത് അതിനെ നമ്മൾ കോൺഷ്യസ്ലി ക്രിയേറ്റിംഗ് ആണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ഒറ്റ പ്രിൻസിപ്പിൾ ആണ് വി ഹാവ് ടു അലൈൻ അവർ തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ്. നമ്മുടെ ചിന്തകളെയും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും കീ പോയിന്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ് അലൈനിങ് തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ്. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ആക്ഷൻസിനെയും അലൈൻ ചെയ്ത് ഒരേ രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത്. ഈ ഒരു നാച്ചുറൽ എന്താ പറയുക യൂണിവേഴ്സൽ പവറുമായിട്ട് നമ്മളിങ്ങനെ അലൈൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് അല്ലേ. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. നമ്മളിപ്പോ അതിനെ നമ്മൾ അലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ രീതിയിൽ പോസിറ്റീവായിട്ട് പോവുക, ഒരു പ്യുവർ ഹാർട്ടോട് കൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അവിടെ പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഈ വിഷ്വലൈസേഷനിലാണെങ്കിലും അതിനുള്ള മറ്റു പല ടൂൾസും ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ഈ മാനിഫെസ്റ്റേഷന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണ്? നിങ്ങൾ എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്യാറുണ്ടോ? എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എന്താണ് ഒന്ന് പറയാമോ? മാനിഫെസ്റ്റേഷന് വേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൂൾസ് എന്തെങ്കിലും, ആരെങ്കിലും പ്രാക്ടീസ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ബ്രീത്തിങ് എക്സസൈസ്, അഫർമേഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ട് അല്ലെ, ജേർണലിംഗ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇവിടെ അപ്പോൾ നിങ്ങൾക്കത് നടക്കുന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ അഫർമേഷൻ ആയാലും വിഷ്വലൈസേഷൻ ആയാലും ജേർണലിംഗ് ആയാലും ഒക്കെ ചിലപ്പോൾ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. എന്നിട്ട് ആ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാറുണ്ടോ? സഹില, റസാഖ്, പറ്റാറുണ്ടോ കംപ്ലീറ്റ്ലി? ഓക്കെ, ഞാൻ തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ വാക്കുകൾ കൊണ്ടോ അല്ലേ, വാക്കുകൾ കൊണ്ടും ആ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് അടക്കം നമ്മൾ എഴുതുന്ന കാര്യങ്ങളും നമ്മുടെ വിഷ്വലൈസേഷനിൽ വരുന്ന കാര്യങ്ങളും നമ്മൾ അഫർമേഷൻ എഴുതുന്ന കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്, വാക്കുകളോ ആ ഒരു അഫർമേഷനോ എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ്. 3 കാര്യങ്ങളാണ് കീ പ്രിൻസിപ്പിൾ, കീ പോയിന്റ് എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം വേണ്ടവർക്ക്. നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ്, ആക്ഷൻസ്, ഇതാണ് പോസിറ്റീവ് ആയിട്ടിരിക്കേണ്ടത്. നിങ്ങൾ ജെന്യുയിൻലി സ്പീക്കിംഗ് അല്ലെങ്കിൽ ജെന്യുയിൻ ആയിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ഫീലിംഗ് എന്താണ്? എക്സാക്ട് ആസ് ഇറ്റ് ഈസ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻ ഇപ്പൊ എന്താണ്? ഹൗ ഡു യു ഫീൽ നൗ? നിങ്ങൾക്ക് ഇമോഷൻസ് എന്താണ്, ഫീലിംഗ് എന്താണ്? ഇപ്പോ എന്താണ് നിങ്ങളുടെ എക്സാക്ട് ഇമോഷൻ? പറയാൻ മടിയുണ്ടോ? എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ ഫീൽ നൗ എക്സാക്ട് ആയിട്ട് ഉള്ളിലുള്ള ഒരു ഫീലിംഗ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഷാനി മാം. ഓക്കെ, ഗ്രേറ്റ്. കുറച്ചാളൊന്ന് ടൈപ്പ് ചെയ്യൂ.
എക്സാക്ട് ഇമോഷൻ, ജെനുവിൻലി സ്പീക്കിംഗ്, ജെനുവിൻ ആയിട്ട് പറയൂ. ഒരു വൈബ്രേഷൻ കയ്യിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ ഹാപ്പിയാണ്. കൺഫ്യൂസ്ഡ് ആണ് ഷാദിയ. ഓക്കെ. ദെൻ എനി അതർ ഫീലിങ്സ്? വേറെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? ഫീലിങ്സ് ഉണ്ട്, അത് പറയാൻ ഇതിപ്പോ ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ? ഇത് ഫീലിങ്സ് എങ്ങനെ, ഞാൻ എന്റെ ഫീലിങ്സ് എങ്ങനെയാ പറയാന്നുള്ള പ്രയാസം കൊണ്ടാണോ? ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഫീലിങ്സ് ആണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് മാനിഫെസ്റ്റേഷൻ. ഹാപ്പി ആണെന്ന് പറയുന്നു ജുവേരിയ. ഓക്കെ, ഗ്രേറ്റ്. അതായത് നമ്മൾ ചെയ്യുന്ന, ഞാൻ പറഞ്ഞു അഫർമേഷൻ നിങ്ങൾ എഴുതാറുണ്ട്, വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ട്. കൺഫ്യൂസ്ഡ് ആണെന്ന് പറയുന്നു ലൈല മാം. അപ്പോൾ ഓക്കെ, എന്തായാലും അത് കീ പ്രിൻസിപ്പിൾ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇറ്റ്സ് നോട്ട് എ മാജിക്. നമ്മൾ പറയാറുണ്ട് ഇറ്റ്സ് എ മാജിക്, നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? ഇറ്റ് ഈസ്, എന്നാൽ ഞാൻ പറയും ഇറ്റ് ഈസ് നോട്ട് എ മാജിക് ഓൺലി. ഒരു മാജിക് മാത്രമല്ല, ഇറ്റ്സ് എ സയൻസ്, പ്യുവർ സയൻസ് ആണ് ശരിക്കും മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് സെൽഫ് ബിലീഫ് ഈസ് വർക്കിംഗ്. അവിടെ നമ്മുടെ സെൽഫ് ബിലീഫ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. വെൻ യു ആർ കണക്ടിങ് യുവർ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ടുഗദർ അലൈൻഡ്, അത് ഒന്നിച്ച് അലൈൻ ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. അപ്പൊ അതിനെ ഒരു വേറെ രീതിയിൽ, നമ്മുടെ വാക്കുകൾ പോസിറ്റീവാണ്, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഐ എം സോ ഹാപ്പി, പിന്നെ ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒന്ന് സിൻസിയർ ആയിട്ടൊന്ന് ഉള്ളിലേക്ക് നോക്കിയിട്ട് എൻ്റെ ഈ ലൈഫിൽ എൻ്റെ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് എവിടെയെങ്കിലും എന്തെങ്കിലും ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പി ആണോ, ജെനുവിൻലി ഹാപ്പി ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ചില അല്ലെ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു തകരാറ് ഫീൽ ചെയ്യുന്നുണ്ടോ, എനിക്ക് ഈ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു മെന്റാലിറ്റി ആണോ ഉള്ളത്, ഫീലിംഗ് സാഡ് ആണോ, ഫീലിംഗ് ലോൺലി ആണോ, ഫീലിംഗ് എലോൺ ആണോ, ഫീലിംഗ് ഡിപ്രസ്ഡ് ആണോ, ഫീലിംഗ് സ്ട്രെസ്ഡ് ആണോ, ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് നോക്കി നോക്കാം. അവിടെയാണ് നമ്മുടെ ഇമോഷൻസിന്റെ ഇമ്പോർട്ടൻസ്. ട്രൂ, ഷാദിയ പറയുന്നത് ട്രൂ ആണ് അല്ലേ? അത് ഞാൻ പറഞ്ഞത് മാനിഫെസ്റ്റേഷൻ മാജിക് അല്ല, മാജിക്കലി ഹാപ്പനിങ് അല്ല. അത് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴാണോ നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, തോട്ട്സ് അലൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കാരണം തോട്ട് എന്ന് പറയുന്നത് നമ്മുടെ റിയാലിറ്റിയെ ഷേപ്പ് ചെയ്യുന്ന, നമ്മൾ എവിടെയാണോ ഫോക്കസ് കൊടുക്കുന്നത്, വേർ യുവർ അറ്റൻഷൻ ഗോസ് ദെയർ എനർജി ഫ്ലോസ് എന്നാണ് അല്ലേ? നമ്മുടെ അറ്റൻഷൻ എങ്ങോട്ടാണോ പോകുന്നത് അവിടേക്കാണ് നമ്മുടെ എനർജി ഫ്ലോ ചെയ്യുന്നത്. നിങ്ങളുടെ അറ്റൻഷൻ മുഴുവനും, നിങ്ങളുടെ ചിന്തകൾ മുഴുവനും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും, മനസ്സിൽ ആഗ്രഹമുണ്ട്, അത് മുഴുവനും പോകുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിലേക്കാണെങ്കിൽ, ഫീലിംഗ് സാഡ് ആണെങ്കിൽ, ഫീലിംഗ് ഡിപ്രസ്ഡ് ആണെങ്കിൽ, നിങ്ങളുടെ കംപ്ലീറ്റ് എനർജിയും വീണ്ടും വീണ്ടും അങ്ങനെ ആക്കി തീർക്കാനുള്ള രീതിയിലേക്കാണ് ചാനലൈസ് ചെയ്യുന്നത്. അതേസമയം നിങ്ങളുടെ ഫോക്കസ് ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ്, വിത്ത് ദ ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ്, നന്ദിയോടെ അല്ലെ, ഒരു ഫീലിംഗ് സാറ്റിസ്ഫാക്ഷനോടെ, ഫീലിംഗ് വർത്ത് അല്ലെ, സെൽഫ് വർത്ത്, സെൽഫിനോടുള്ള ഒരു വേർത്തോട് കൂടി, സെൽഫ് ലവോട് കൂടി, ആ രീതിയിലാണ് നിങ്ങളുടെ ഫോക്കസ് അലൈൻഡ് എങ്കിൽ, അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ്ഡ് എങ്കിൽ, അതിലേക്കായിരിക്കും നിങ്ങളുടെ എനർജി ഫ്ലോ ചെയ്യുന്നത് അല്ലേ? ഇവിടെ നോക്കുമ്പോൾ വാക്കുകളൊക്കെ പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ ചിന്തകൾ എവിടെയാണ്? ചിന്തകൾ അങ്ങ് താഴെ കിടക്കാണ്, എവിടെയോ താഴെ അല്ലെ, നമ്മള് എന്താ പറയാ, അങ്ങ് അടി കിടക്കാണ് ചിന്തകൾ അല്ലെ? ചിന്തകൾ ഡിസ്റ്റർബിങ് തോട്ട്സ് അല്ലെ, ഫ്യൂച്ചർ ആങ്സൈറ്റി, പാസ്റ്റ് ട്രോമാസ് അല്ലെ, മറക്കാൻ കഴിയാത്ത, പുറത്തു കൊടുക്കാൻ കഴിയാത്ത, ഇപ്പോഴും വിട്ടുകൊടുക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള ചിന്തകൾ ഒരുപക്ഷെ നിങ്ങളുടെ അല്ലെ, അതാണ് സ്ലോ ലെവൽ, അത് തന്നെ താഴെ കിടക്കാണ് ചിന്തകൾ. അതേസമയം വാക്കുകൾ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ യെസ്, അഫർമേഷൻ ഇസ് ദെയർ, വിഷ്വലൈസേഷൻ ഇസ് ദെയർ, പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്, പോസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്, യെസ് ഐ ആം പവർഫുൾ എന്ന് പറയുന്നുണ്ട്, പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചിന്തകളുടെ കാര്യത്തില്, പ്രത്യേകിച്ച് ഇമോഷൻസിന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഒന്ന് തോട്ടാണ്, ഞാൻ പറഞ്ഞു ആ തോട്ട്, ചിന്തകൾ ചിലപ്പോൾ അല്ലെ ഒരു ഇപ്പോഴും വിട്ടുകൊടുക്കാൻ കഴിയാത്ത, എനിക്ക് കഴിയില്ല, അതെനിക്ക് മറക്കാൻ കഴിയില്ല, അയാളോട് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ദേഷ്യമാണ്, അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു ചിന്തകളിലൂടെ അഗെയിൻ ആൻഡ് അഗെയിൻ ഹേർട്ടിങ് തോട്ട്സ് ആണ്. ഞാൻ പറഞ്ഞ ചിന്തകൾ ഒരിക്കലും മുകളിലേക്ക് കയറി വരുന്നില്ല, അത് അടിയിക്കെടുക്കാണ്. നമ്പർ 1.
നമ്പർ 2 എന്തായിരുന്നു? വാട്ട്സ് നമ്പർ 2? എന്തായിരുന്നു നമ്പർ 2? ഒന്ന് ഇന്ററാക്ട് ചെയ്യോ, ഒന്ന് പറയോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ, ഒന്ന് ക്യാമറയിൽ കുറച്ച് പേരെങ്കിലും കൂടെ. ഇമോഷൻസ്. നമ്പർ 2 ഫീലിങ്സ് ആണ് അല്ലേ? പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിന്തകൾ മാറും എന്ന് പറയാറില്ലേ? അത് എന്തുകൊണ്ടാണ്? പറയാട്ടോ, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. ടൂൾസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്താൽ ചിന്തകൾ തീർച്ചയായിട്ടും മാറ്റം വരും. ആക്ഷൻ നമ്പർ 3 ആണ് ആക്ഷൻ കേട്ടോ. അപ്പൊ നമ്പർ 2 എന്തായിരുന്നു? ഫീലിങ്സ് ആണ്, നമ്മുടെ ഇമോഷൻസ് ആണ് അല്ലേ? നമ്പർ 2 ഇമോഷൻസ് ആണ്. അവിടെ എന്താണെന്നറിയോ, ഇമോഷൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇമോഷൻ നമ്മളുടെ ഡിസയേഴ്സിനെ കത്തിക്കുക ചെയ്യുന്നത്. ഒന്നുകൂടെ നമ്മൾ പറയാറില്ല, ഒരു ബേണിംഗ് ഡിസയർ എന്നൊക്കെ പറയാറില്ലേ? ആ ബേണിംഗ് ഡിസയർ ഉണ്ടാവണമെങ്കിൽ യു നീഡ് ടു ഹാവ് ദാറ്റ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. പക്ഷെ നമുക്ക് ആക്ച്വലി ഉള്ള ഇമോഷൻസ് എന്താ? നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ പോസിറ്റീവ് ഇമോഷൻസ് ഉള്ളവരുണ്ടാകും, ഫീലിംഗ് സാറ്റിസ്ഫൈഡ് ഉണ്ടാകും, ഫീലിംഗ് ഓക്കെ ഉള്ളവരുണ്ടാകും. അറ്റ് ദ സെയിം മൊമെന്റ് ഈ ഇമോഷൻസ് വെരി ഡേഞ്ചറസ് ആയിട്ട് ഉള്ളവരും ഉണ്ടാകാം. അങ്ങനെയുള്ളവരും ഉണ്ടാകാം. ഈ അഫർമേഷൻ വേണ്ടാന്നോ അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻ വേണ്ടാന്നോ അല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദ ടൂൾ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടൂൾ. അത് വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ വർക്ക് ചെയ്യേണ്ട. ഒരു വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു 4 വീലുള്ള വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ അതില് 4 വീലും ഒരുപോലെ മുന്നോട്ട് മൂവ് ചെയ്യണം. അതിൽ ഒരു വീല് മാത്രം, അഫർമേഷൻ എന്ന് പറയുന്ന ഒരു വീല് മാത്രം, അല്ലെങ്കിൽ അത് മാത്രം മുന്നോട്ട് പോയാൽ മതിയോ? പോരാ. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ വർക്ക് ആവാതെ ഫെയിൽ ആവുന്നത്. എന്ന് വിചാരിച്ചത് ഒരിക്കലും വർക്ക് ആവില്ല എന്നതിന് അർത്ഥമില്ല. ഓക്കെ, അപ്പൊ ഇമോഷൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇമോഷൻസ് പലപ്പോഴും പലരുടെ ഇമോഷൻസും ഡേഞ്ചറസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ആക്ഷനിലേക്ക് വരുമ്പോഴോ ഇമോഷൻ യെസ് ഡൗട്ട്ഫുൾ ആയിരിക്കും. ചിലർക്ക് ഡൗട്ട്ഫുൾ ആയിരിക്കും. എനിക്കിത് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ആക്ഷന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആക്ഷൻ എന്തെങ്കിലും റോൾ ഉണ്ടോ? ആക്ഷൻ എടുക്കാതെ ഞാൻ ഈ മാനിഫെസ്റ്റേഷന്റെ ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഞാനത് എന്താ പറയാ, ഞാനത് പേപ്പറിൽ എഴുതി, അഫർമേഷൻ എഴുതി, വിഷ്വലൈസ് ചെയ്ത് എന്താ പറയാ, ആ ഒരു ഗോൾ കാർഡ് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കുമോ? എന്തെങ്കിലും നടക്കുമോ? ഈ ആക്ഷന്റെ റോൾ എന്താന്ന് പറയാം. യെസ്, ആക്ഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഡ്രീം ആൻഡ് റിയാലിറ്റി ആണ് അല്ലെ? നമ്മുടെ സ്വപ്നവും ആ റിയാലിറ്റിയും തമ്മിലുള്ള, ഡ്രീം എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്, അത് വിസിബിൾ ആകുന്നത് റിയാലിറ്റിയിൽ വരുമ്പോഴാണ്. അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഈ ഒരു ഡ്രീമിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് എത്തണമെങ്കിൽ, നമുക്ക് അങ്ങോട്ട് ചാടി കടക്കണമെങ്കിൽ അതിലേക്കുള്ളൊരു വഴിയാണ്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജാണ് എന്ത് ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറയാണ്, തോട്ടിനെ കുറിച്ച് പറയുമ്പോൾ വാട്ട് യു തിങ്ക് യു ബിക്കം. അങ്ങനെയാണ് അല്ലേ? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ ആയിത്തീരുന്നത്. ഇമോഷന്റെ കേസിലാണെങ്കിലും ആക്ഷന്റെ കേസിലൊക്കെ ആണെങ്കിൽ വാട്ട് ഡു ഫീൽ യു അട്രാക്ട്. നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്യുന്നത് അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നതിനെ കൃത്യമായിട്ട് എന്തുകൊണ്ട്, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു മീ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ലുക്ക് ഇൻസൈഡ്, ഒന്ന് ഉള്ളിലേക്ക് നോക്കാം. വാട്ട്സ് മൈ എന്റെ ഇതെന്താ, എന്റെ ഇമോഷൻ, എന്റെ തോട്ട് എന്താണ്? ഒരു ദിവസം എടുത്തിട്ട് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. എന്റെ തോട്ട് എന്താണ്? ഇന്ന് എന്റിലൂടെ കടന്നു പോയ ചിന്തകൾ, ഞാൻ പറഞ്ഞു 40,000 മുതൽ 60,000 വരെ ചിന്തകൾ ഉണ്ടാകും. അതിൽ അധിക സമയം എൻ്റെ മൈൻഡിലൂടെ ഫ്ലാഷ് ആയി പോയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയായിരുന്നു? ഇനി അതല്ലെങ്കിൽ എന്നിലൂടെ കടന്നു പോയിട്ടുള്ള വിഷ്വൽസ് എന്തൊക്കെയായിരുന്നു? യെസ്, അതേസമയം ഞാൻ ഇമാജിൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് അനലൈസ്, ഈ 3 കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. മൂന്നാമതായി ഞാൻ എന്ത് ആക്ഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ? അപ്പൊ നമുക്കിത് പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ ടു ബിക്കം ദ മാസ്റ്റർ ഓഫ് മാനിഫെസ്റ്റേഷൻ ആവാനല്ലേ നിങ്ങൾ വന്നത്? അപ്പൊ നമുക്കത് എങ്ങനെ എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്ത് എടുക്കാം, ഹൗ ടു ഡു എന്നുള്ള പോർഷനിലേക്ക് നമുക്ക് പോണ്ടേ?
അതിനെന്തൊക്കെ ചെയ്യണം? വേണ്ടേ? ആർ യു റെഡി? റെഡിയാണോ എല്ലാവരും കേൾക്കാൻ വേണ്ടി? കുറച്ച് സ്റ്റെപ്പുകൾ ഞാൻ പറയുന്നുണ്ട് മാനിഫെസ്റ്റേഷന്റെ. റെഡിയാണോ എല്ലാവരും? യെസ് യെസ് യെസ്. കുറച്ചുകൂടെ റെഡി വരട്ടെ. റെഡി അല്ലേ ബാക്കിയുള്ളവര്? റെഡി. റെഡിയാണ്. ഫസില മാം റെഡിയാണ്. താങ്ക് യു. അപ്പൊ അതില് ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീലൊക്കെ ഒന്നിച്ച് മുന്നോട്ട് പോണേ. ഓരോ ഇതിൽ പല വീലും നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കാം, പല വീലും ഓക്കെ ആയിരിക്കാം, പക്ഷെ എല്ലാ വീലും ഒരേപോലെ ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. ഞാൻ ഓരോ സ്റ്റെപ്പ് പറയുമ്പോഴും അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഡിസയറും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്ന സംതിങ് ആണ് ആക്ഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ആ ഡിസയർ തന്നെയാണ്. പക്ഷെ ആ ഡിസയറിന്, ആ ആഗ്രഹത്തിന്, ആ ഡ്രീമിന് ഒരു ക്ലാരിറ്റി വേണം. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്? നിങ്ങൾ ഒരു സംഗതി മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 1 യു ഹാവ് ടു ക്ലാരിറ്റി, അല്ലെ, ബ്രിങ് ക്ലാരിറ്റി. അതിന് നിങ്ങൾ ക്ലാരിറ്റി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ബി ക്രിസ്റ്റൽ ക്ലിയർ അബൌട്ട് വാട്ട് യു വാണ്ട്. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്കത് എഴുതുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും, എഴുതിയെടുക്കുകയാണെങ്കിൽ. കാരണം ഹോട്ടലിൽ പോകുന്നത് എന്തിനാ? നമ്മൾ സാധാരണ ഹോട്ടലിൽ പോകുന്നത്, സാധാരണ ഹോട്ടലിലേക്ക് പോവാറുള്ളത് എന്തിനാ? ഹോട്ടലിൽ പോയി ഒരു ടേബിൾ ഒരാൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും? ഒരു ടേബിളിൽ ചെയർ വലിച്ചിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ, തീർച്ചയായിട്ടും ഫുഡ് കഴിക്കാനാണ് അയാൾ അവിടെ വന്ന് ഇരുന്നിട്ടുള്ളത്, അല്ലേ? അതൊക്കെ വേണ്ടത് ഫുഡാണ്. അപ്പൊ അയാള് അവിടെ ഇരുന്നത് കൊണ്ട് വെയിറ്റർക്ക് മനസ്സിലാവോ അയാൾക്ക് എന്താ എന്ത് ടൈപ്പ് ഓഫ് ഫുഡാ വേണ്ടതെന്ന് മനസ്സിലാവോ? ഇല്ല. അവിടെ അയാൾ സ്പെസിഫിക് ആയിട്ട് പറയണം, എനിക്ക് ഇന്ന ഐറ്റം ഇത്ര ക്വാണ്ടിറ്റി ഇതിൽ വേണം എന്ന് അയാൾ പറയണം. വേണ്ടേ? ക്വാണ്ടിറ്റി അടക്കം അയാൾ പറയണം. അയാൾ ഓർഡർ ചെയ്യണം അയാൾ. ഇതേപോലെയാണ് നിങ്ങൾക്ക് ഒരു സംഗതി മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 1 ബ്രിങ് ക്ലാരിറ്റി ഇൻ വാട്ട് യു വാണ്ട്. സ്പെസിഫിക് ആയിരിക്കണം. അതിലുള്ളൊരു പ്രാക്ടിക്കൽ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അതൊന്ന് എഴുതുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതുക. മനസ്സിൽ കാണുന്നതിനേക്കാളും ജസ്റ്റ് ബ്രിങ് ഇൻ വേർഡ്സ്, അത് വാക്കുകളിൽ കൊണ്ടുവരിക, എഴുതിയെടുക്കുക. റെഡി അല്ലേ? ചെയ്യുന്നുണ്ടാവും, എനിക്കറിയാം പലരും ചെയ്യുന്നുണ്ടാവും. എഴുതിയെടുക്കാം എന്താണ് വേണ്ടത്, അല്ലെ വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്, അത് എങ്ങനെയിരിക്കും, നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സംഗതി എന്താണ്. ഒരു കാറ് വാങ്ങാനാണെങ്കിൽ അല്ലേ, എനിക്ക് ഒരു കാറ് എന്നുള്ളതിനേക്കാൾ, കഴിഞ്ഞ തവണ ആരോ ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ബക്കറ്റ് ലിസ്റ്റിൽ കാറ് എന്ന് എഴുതിയപ്പോൾ അതിലൊരു വെറൈറ്റി ഇല്ലാന്ന്, ജസ്റ്റ് കാർ എന്ന് എഴുതിയപ്പോൾ എനിക്ക് എന്താ വേണ്ടതിൽ നമ്മൾ ബക്കറ്റ് ലിസ്റ്റിൽ എനിക്കൊരു കാറ് എന്ന് എഴുതുന്നതിന് പകരം അത് ഏതാണ്, ഏത് കാറാണ്, ഏത് കളറാണ്, അത് എത്ര എമൗണ്ട് വരണ്ട, അല്ലെ? ആ രീതിയിൽ നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആ ക്ലാരിറ്റി കൊണ്ടുവരുന്നതിൽ എന്താണ് എന്നുള്ളത് എഴുതുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഹൗ ഡസ് ഇറ്റ് മേക്ക് യു ഫീൽ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു ഫീലിംഗ് എന്തായിരിക്കും? ആ ഫീലിംഗ് എന്തായിരിക്കും? ഫീലിംഗ് ഹാപ്പി ആണോ? ഹാപ്പി അല്ലേ? യെസ്. ആ ഫീലിംഗ് എഴുതുക എന്നുള്ളതല്ല, ബ്രിങ് ദാറ്റ് ഫീലിംഗ് ഇൻ യുവർ മൈൻഡ്. നമ്മൾ മാനിഫെസ്റ്റേഷൻ നടക്കാനേ എനിക്കൊരു കാറ്, അല്ലെ, കാർ ആയിക്കോട്ടെ, കാറിന്റെ പേരൊക്കെ എഴുതി എന്നിട്ട് ഉള്ളിലുള്ള ഫീലിംഗ് നേരത്തെ നുസ്രത്ത് മാം പറഞ്ഞ പോലെ സെൽഫ് ഡൗട്ട് ആണെങ്കിൽ, ഇത് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ആണെങ്കിൽ നടക്കുവോ? നടക്കൂല. അവിടെയാണ് ആ ഫീലിങ്സ് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്ക് എന്തിനാണ് ഈ കാറ് കിട്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്? വെറുതെ കറങ്ങി നടക്കുക എന്നുള്ളതാണോ? നമ്മൾ എന്തൊക്കെ ആ കാറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, എവിടെയൊക്കെ പോകുന്നുണ്ടാവും? അപ്പൊ പണമാണെങ്കിൽ, ജോലിയാണെങ്കിൽ, ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാം എനിക്കൊരു ബെൻസ് കാർ വേണമെന്ന ആഗ്രഹം, പക്ഷെ അത് കിട്ടുമോന്നുള്ള ഒരിക്കലും കിട്ടൂല എന്നാ എന്റെ മനസ്സിലുള്ളത്. ഒരിക്കലും കിട്ടൂല എന്ന് മനസ്സ് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും കിട്ടൂല എന്നല്ല.
ബെൻസ് കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാറാ. ആ അത് കിട്ടൂല എന്നുള്ളൊരു മനസ്സിലതാണ്. അതാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മാനിഫെസ്റ്റേഷൻ ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു കോൾ ഉണ്ടല്ലോ, യെസ്, ആ ഒരു ഉറപ്പാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ അല്ലേ, ഈ എന്തിനാണ് ഇപ്പൊ ഈ ഒരു ലൈലമ്മ എടുക്കുമ്പോൾ അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരിക. ബെൻസ് കാർ എന്ന് പറഞ്ഞു അല്ലേ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, പക്ഷെ ഉള്ളിൽ ആ സെൽഫ് ഡൗട്ട് കിട്ടൂല എന്നുള്ളിൽ ആരോ പറയുമ്പോൾ അയാളെ നമ്മളൊന്ന് ഡീൽ ചെയ്യണം. ആദ്യം ആ വിശ്വാസം വേണം. പിന്നെ എന്തിനത് വേണം അതും എഴുതാം. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഇനി സ്റ്റെപ്പ് നമ്പർ 2 അതും ചിന്തയുണ്ട്, അങ്ങനത്തെ ചിന്തയുണ്ട്. കാർ എന്ന് പറഞ്ഞാൽ എല്ലാം യാത്ര ചെയ്യാനുള്ളതല്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത. ഫോർച്യൂണർ വേണം അല്ലെ. ഞാൻ അതിലുള്ള ലൈലമാമ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയിലേക്കാണ് വരുന്നത്. രണ്ടാമത്തെ കാര്യം സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് കൾട്ടിവേറ്റ് സെൽഫ് വർത്ത് ആണ്. സെൽഫ് വർത്ത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസേർവബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഡിസേർവബിലിറ്റി, അതായത് എനിക്കിത് കിട്ടൂല എന്നാ തോന്നുന്നതെന്ന് പറഞ്ഞല്ലോ. സ്റ്റെപ്പ് നമ്പർ 2 എന്താന്ന് വെച്ചാൽ ബിലീവ് യു ആർ ഡിസേർവിങ് അല്ലെ. നമുക്ക് ബെൻസ് കാറിൽ പലരും പോകുന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള നമ്മുടെ അല്ലെ ദൈവത്തിന്റെ ഒരു ക്രിയേഷനാണ് നമ്മളും. പക്ഷേ അവിടെ എനിക്ക് എന്താണ് പോരായ്മ ഉള്ളത് ഇത് കിട്ടാതിരിക്കാൻ? ആ ഒരു ഡിസേർവബിലിറ്റി അല്ലെങ്കിൽ സെൽഫ് വർത്ത്. കാരണം മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട്സ് വിത്ത് ഹൗ ഡു യു ഫീൽ അബൌട്ട് യുവർ സെൽഫ് ആണ്. അവിടെയാണ് മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഇപ്പൊ ലൈലമ്മ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത്, അവിടെയാണ് മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൗട്ട് എന്താ ക്രിയേറ്റ് ചെയ്യുക? ഡൗട്ട് ക്രിയേറ്റ്സ് റെസിസ്റ്റൻസ്. അവിടെ ഡൗട്ട് ആണെങ്കിൽ, സംശയമാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് റെസിസ്റ്റൻസ് ആണ്. നിങ്ങൾ വേർത്തിയാണ്, ഞാൻ അതിന് അർഹയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലേ, അത് നിങ്ങളിലേക്ക് വരാനുള്ള ഡോർ അവിടെ ഓപ്പൺ ആവും. അതേസമയം ഐ എം നോട്ട് വേർത്തി ഇനഫ് ടു റിസീവ് ദിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അവിടെ ഡൗട്ടാണ്, അല്ലെങ്കിൽ സെൽഫ് വർത്ത് ഇല്ലായ്മയാണ്, അത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അതിലൊരു പ്രാക്ടിക്കൽ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നേരത്തെ അഫർമേഷൻ ചോദിച്ച ആള് പറഞ്ഞ അതേ കാര്യം. നമുക്ക് അഫർമേഷൻ എഴുതുമ്പോൾ നമുക്ക് പോസിറ്റീവ് അഫർമേഷൻ എഴുതുമ്പോൾ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യൂല എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു സെൽഫ് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ലൈലമ്മ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? സ്റ്റെപ്പ് നമ്പർ 2 ആണ് കേട്ടോ. സ്റ്റെപ്പ് നമ്പർ 2 സെൽഫ് വർത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു അഫർമേഷൻ എഴുതാം. ഐ എം വർത്തി ഓഫ് സക്സസ്, ലവ് ആൻഡ് അബൻഡൻസ്, അല്ലെങ്കിൽ ഐ എം വർത്തി അല്ലേ, ഐ എം വർത്തി ടു അച്ചീവ് ദിസ്, ഐ എം വർത്തി ഇനഫ് ടു അച്ചീവ് ദിസ്. എന്താണോ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് അത് അച്ചീവ് ചെയ്യാൻ മാത്രം ഞാൻ എന്താണ് വേർത്തി ആണ് എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അല്ലാന്ന് ചിലപ്പോൾ ഒന്ന് പറയുന്നുണ്ടാകും. അങ്ങനെ വീണ്ടും വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യാൻ രണ്ടാമത്തെ ഒരു ടിപ്പാണ്, ഒരു പ്രാക്ടിക്കൽ ടിപ്പാണ്, മിറർ വർക്ക് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് സെൽഫ് വർത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ കഴിഞ്ഞ ബാച്ചിലുള്ള ഒരാള്, കഴിഞ്ഞ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ബാച്ചിലുള്ള ഒരാൾക്ക് അയാളുടെ പേര് നല്ലൊരു അടിപൊളി പേരാണ്, പുതിയ ന്യൂജൻ പേരൊക്കെയാണ്, പുതിയ പേരൊക്കെയാണ്. പക്ഷെ ആ പേര് അയാൾക്ക് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ആ പേര് അവർക്ക് ഇഷ്ടേയല്ല. സെൽഫ് ഡിനയൽ ആണത്. സെൽഫിനെ ഡിനൈ ചെയ്താൽ പിന്നെ സെൽഫിലേക്ക് എന്തെങ്കിലും വരുമോ? അപ്പൊ ആ പേര് ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് പ്രാക്ടീസ് ഒക്കെ ചെയ്തപ്പോൾ അത് റെഡി ആയി വന്നു കേട്ടോ. അപ്പൊ അതേപോലെ നമുക്ക് ആ സെൽഫ് വേർത്ത് ഉണ്ടാക്കിയെടുക്കാൻ, നമ്മുടെ പേര് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ, ഞാനിതിന് അർഹയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ഓക്കെ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അവിടെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ഒന്ന് അഫർമേഷൻ എഴുതാം, രണ്ടാമത്തത് മിററിന്റെ മുന്നിലൊക്കെ ഒന്ന് പോയി നിന്നിട്ട് നമുക്ക് അഫേമിംഗ് വേർഡ്സ് പറയാം. ഇതും റെഡി ആവുന്നില്ല. ഇത് റെഡി ആവുന്നില്ലെങ്കിൽ നല്ല ഇതിന്റെ കൂടെ ചെയ്യുന്ന മറ്റൊരു സംഗതിയാണ് സെൽഫ് കെയർ എന്ന് പറയുന്ന ഒരു സംഗതി. നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ മൈൻഡിനെയും ബോഡിയെയും നറിഷ് ചെയ്യുന്ന, ഞാൻ എന്നെ വളരെ നല്ല രീതിയിൽ സെൽഫ് കെയർ ചെയ്ത് ഒരു ഹൈ അല്ലേ, നമ്മുടെ എന്താ പറയാ തോട്ടും കാര്യങ്ങളൊക്കെ നല്ലൊരു ഹൈ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനത് ഡിസേർവ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് നമ്മളിലേക്ക് വരും. എനിക്കിതൊരു കിട്ടൂല എന്നുള്ള ഫീലിംഗ് അല്ല, കാരണം എനിക്ക് എൻ്റെ തോട്ട് പാറ്റേൺ അങ്ങനെയാണ്, എൻ്റെ എനർജി ഫ്രീക്വൻസി അങ്ങനെയാണ്.
ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി അതങ്ങനെ ആയി വരികയാണ്. ആ ചെയ്യേണ്ട കാര്യം എന്താണ് അവിടെ? സെൽഫ് കെയർ. കാരണം എന്താണെന്നറിയോ? യു ആർ ദ സം ഓഫ് യുവർ ഹാബിറ്റ്സ്. അവിടെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ പ്രയോറിറ്റൈസ് യുവർ ഹാബിറ്റ്സ്. അതെന്ത് ഹാബിറ്റ് ആയിരിക്കണം? ദാറ്റ് ഇസ് നറിഷിങ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. നമ്മുടെ മൈൻഡിനെയും ബോഡിയെയും നറിഷ് ചെയ്യുന്ന, എൻറിച്ച് ചെയ്യുന്ന, നമ്മളെ റെസിസ്റ്റിംഗ് പവേഴ്സിനെ ഇല്ലാണ്ടാക്കുന്ന ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? മാനിഫെസ്റ്റേഷനിലേക്കുള്ള ഒരു ചുവട് കൂടെ നിങ്ങൾ മുന്നോട്ട് വെച്ചു. ഒരു ചുവട് കൂടെ നിങ്ങൾ മുന്നോട്ട് പോയി. കാരണം എന്താണെന്നറിയോ? യു ഡോണ്ട് മാനിഫെസ്റ്റ് വാട്ട് യു വാണ്ട്. ശരിക്കും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനേക്കാൾ ആഗ്രഹിക്കുന്നതാണ് മാനിഫെസ്റ്റ് ചെയ്യുക. എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താണ് എനിക്ക് വേണ്ടത് എന്നതിനേക്കാൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആരാണ് എന്നതാണ്. എനിക്ക് എന്താണ് വേണ്ടത് എന്നതിനേക്കാൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആരാണ് എന്നതിനെയാണ്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണ്? എൻ്റെ ഉള്ളില് നടക്കുന്നത് എന്താണ്? അവിടെ എൻ്റെ ഇമോഷൻസ് ഉണ്ട്, എൻ്റെ തോട്ട്സ് ഉണ്ട്, ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്ന ആക്ഷൻസ് ഉണ്ട്, എൻ്റെ ഹാബിറ്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ വീണ്ടും വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് എന്താണ് വേണ്ടത് എന്നതിലേക്ക് ഞാൻ വരണമെങ്കിൽ അതിനനുസരിച്ച് എൻ്റെ ഹാബിറ്റ് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. ഞാൻ സെൽഫ് കെയർ ചെയ്യണം. വേണ്ടേ? എൻ്റെ മൈൻഡിനെ എൻറിച്ച് ചെയ്യണം. നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ, എനിക്ക് പറ്റൂല, എനിക്ക് കിട്ടൂല എന്നുള്ള തോട്ട് വരുന്നുണ്ടെങ്കിൽ മൈൻഡിനെ, ബോഡിയെ എൻറിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ പോകണം. ദാറ്റ് ഇസ് സ്റ്റെപ്പ് നമ്പർ 2. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 1 എന്തായിരുന്നു? സ്റ്റെപ്പ് നമ്പർ 1? സ്റ്റെപ്പ് നമ്പർ 2 കുറിച്ച് വ്യക്തത ഉണ്ടാവണം. ഒന്നാമത്തെ ക്ലാരിറ്റി കൊണ്ടുവരിക. രണ്ടാമത്തത് സെൽഫ് വർത്ത് ക്രിയേറ്റ് ചെയ്യുക. സെൽഫ് വർത്ത് ക്രിയേറ്റ് ചെയ്യുക. അതിനുള്ള ടിപ്സ് ആണ്, സെൽഫ് വർത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ടിപ്സ് ആണ് നമ്മൾ അഫർമേഷൻ പറയുന്നത്, മിറർ വർക്ക് ചെയ്യുന്നത്, സെൽഫ് കെയർ ചെയ്യുന്നത്. ഓക്കെ. മൂന്നാമത്തത്, ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആ സെൽഫ് ഡൗട്ട് കിട്ടൂല എന്നുള്ളതിനെ അങ്ങോട്ട് മാറ്റിയിട്ട്, അല്ലെ, കിട്ടുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ആ ഒരു പ്രോസസ്സ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അതിൽ വിശ്വസിക്കുക. അത് എങ്ങനെ, എപ്പോൾ എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ചിലപ്പോൾ നമ്മൾ പല പ്രാക്ടീസുകളും 90 days 21 days എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ 21 days കഴിയുമ്പോൾ തന്നെ ഇത് നടക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. എപ്പോഴോ ഏതോ ചിലപ്പോൾ 1-2 വർഷം മുമ്പ്, അല്ലെ, ഞാൻ ഈ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് വാട്ട് ഐ ഹാവ് മാനിഫെസ്റ്റഡ്, ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യമാണ്. അതിപ്പോഴൊന്നും അല്ല. ഇങ്ങനെയുള്ള ക്ലാസ്സുകള്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. ഇതേപോലെ ക്ലാസ്സുകൾ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് മാനിഫെസ്റ്റഡ്. ഹൗ? അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാല് നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, എന്ത്, എവിടെ, എങ്ങനെയെന്നുള്ളത്, അല്ലേ? ആ സമയത്ത് എനിക്ക് കിട്ടുന്ന ഫീലിങ്സ് എന്തായിരിക്കും? അപ്പൊ അതിങ്ങനെ ഓർക്കുമ്പോ തന്നെ നമുക്ക് ഒരു ഇമോഷൻസ്, വാവ്, ഞാൻ അതിനിപ്പോ 10 ആളുടെ മുമ്പിലാണെങ്കിൽ അങ്ങനെ ഒരുപാട് വലിയ ഓഡിയൻസ് അല്ലെങ്കിലും ഇങ്ങനെ സെഷൻസ് എടുക്കുക എന്നുള്ളൊരു, പക്ഷെ അതിനേക്കാൾ മേലെ അതെനിക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൂടി എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷന്റെ റൂട്ട് നമ്മൾ ക്ലിയർ ആക്കിയപ്പോഴാണ്. അതിലേക്കാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ക്ലാരിറ്റി കൊണ്ടുവരിക. നമ്മൾ സെൽഫ് കെയർ, സെൽഫ് ലവ് എന്നൊക്കെ പറയാം, സെൽഫ് വർത്ത് എന്ന് പറയാം. ആ സംഗതിയാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളപ്പോ പല ചോദ്യങ്ങളും ചോദിച്ചപ്പോ ഹാപ്പിയാണ്, യെസ് നടക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ, നമ്മുടെ കോഴ്സിലുള്ള ആളുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? സെൽഫ് വർത്ത് കൂട്ടാൻ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ആ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുക. അതെപ്പോ, എങ്ങനെ നടക്കുവോ, നടക്കൂലേ, എന്ന് കിട്ടും, ഇത് കുറെ ആയാലും എഴുതുന്നു, കുറെ ആയാലും വിഷ്വൽ ചെയ്യുന്നു, ഇന്ന് നടക്കുമെന്ന് വിചാരിക്കണ്ട. അല്ലെ? ആ വിശ്വാസങ്ങളും തിങ്കിങ്ങും, അല്ലെ, അതൊക്കെ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. ആ ഡൗട്ട് റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ റോള് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേ അലൈൻഡ്.
ആൻഡ് ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ. നമ്മളിങ്ങനെ ഞാൻ ഈ പറഞ്ഞ അല്ലെ നമ്മുടെ തോട്ടും ഇമോഷൻസും ആക്ഷൻസും ഒക്കെ അല്ലെ അതൊക്കെ നമ്മൾ അലൈൻഡ് ആയിട്ട് നമ്മൾ ആക്ഷൻസ് എടുത്തോണ്ടിരുന്നാൽ മതി. നമ്മൾ ആക്ഷൻസ് എടുത്തോണ്ടിരുന്നാൽ മതി അല്ലെ. വർക്ക് ഇൻ സൈലൻസ് എന്ന് പറയുന്നത് നമ്മൾ സൈലന്റ് ആയിട്ട് അതാ വർക്ക് നമ്മൾ ആരെയും കൊട്ടിക്കോച്ച് കാണിക്കണം എന്നില്ല. എന്ത് മതി? ആ സക്സസ് സംസാരിച്ചോളും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ അതിൽ വിശ്വസിച്ച് ആ പ്രോസസ്സിൽ വിശ്വസിച്ചിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തരേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ആർക്കാ ഉത്തരവാദിത്തം? ആർക്കാ നമുക്കിതൊക്കെ നടത്തിത്തരാനുള്ള ഉത്തരവാദിത്തം? ഗോഡ് ആൻഡ് ഡിവൈൻ പവർ തന്നെയാണ്. ആ ഒരു ഉറപ്പ് എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലെ, വിശ്വാസം അല്ലേ? ഓക്കെ. ആ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സ് എന്ന് പറയും, ചിലത് ഗോഡ് എന്ന് പറയും. എന്തായാലും അതില് സറണ്ടേർഡ് ആയിട്ട്, അതാണ് സ്റ്റേ അലൈൻഡ് എന്ന് പറയുമ്പോൾ അതിലൊരു സംഗതി കൂടെ വരുന്നുണ്ട്. നിങ്ങൾ സറണ്ടേർഡ് ആയിട്ട് ഇരുന്നാൽ മതി. കാരണം എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എങ്ങനെ ആ ഒരു ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോകാം, അത് നമ്മൾ എന്താ ചെയ്യുക? ആ പ്രോസസ്സിൽ വിശ്വസിക്കാൻ. അവിടെയാണ് നമ്മൾ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. അതൊരു സ്റ്റെപ്പാണ്. ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു സംഗതി, നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയ ഒരു സംഗതി, എന്തെങ്കിലും ഒരു സംഗതി ഇപ്പോൾ ടൈപ്പ് ചെയ്യാമോ? വൺ തിങ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ, എന്തെങ്കിലും ഒരു സംഗതി. വൺ തിങ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ, നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതി. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ, അൺമ്യൂട്ട് ചെയ്ത് പറയാം, ഇനി അതെങ്കിലും ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. ഫാമിലി, ഹെൽത്തി ആൻഡ് ഹാപ്പി, ബ്രീത്ത്, കംപ്ലീറ്റ് ഹ്യൂമൻ ഹെൽത്ത്, മൈ ഫാമിലി. ഇതിനൊക്കെ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണ് അല്ലേ? ഈ ഗ്രേറ്റ്ഫുൾനെസ് ഡെയിലി നിങ്ങളുടെ മൈൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചിന്തകളിൽ എത്ര തവണ ഈ ഗ്രേറ്റ്ഫുൾനെസ് കയറി വരാറുണ്ട് എന്ന് ഒന്ന് അനലൈസ് ചെയ്യുക. അതോ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന സമയത്ത് മാത്രമാണോ ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ? അതോ അല്ലേ ബെഡിൽ നിന്ന് ഉണർന്ന സമയം മുതൽ നിങ്ങൾക്ക് ആ ഗ്രേറ്റ്ഫുൾനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? Yes, for being grateful, Varzana. Thank you so much, Fatima ma'am. അപ്പോൾ അതൊരു സ്റ്റെപ്പാണ്, ഒരു പ്രാക്ടിക്കൽ ടിപ്പാണ്. ഡെയിലി 3 സംഗതിയെങ്കിലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ്, അത് ഒരു തവണ 3 കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ 300 കാര്യങ്ങളല്ല, 3000 കാര്യങ്ങൾ, 60,000 ചിന്തകൾ വരുന്നുണ്ടെന്നാ പറയുന്നത്. 60,000. അതിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആകാനുള്ള സംഗതികൾ നിങ്ങൾക്ക് കോൺഷ്യസ്ലി കൊണ്ടുവന്നൂടെ നിങ്ങളുടെ ചിന്തയിലേക്ക്? എൻ്റെ ഒരു ചോദ്യമാണ്. കൊണ്ടുവന്നൂടെ? അത് പലപ്പോഴും നടക്കാറുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്, ജാനി മാം. നടക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. യെസ്, അതാണ് ഫീലിംഗ് ദാറ്റ് ഗ്രേറ്റ്ഫുൾ. നമ്മൾ എഴുതുക എന്നുള്ളതിനെ എഴുതത് കുറച്ച് സംഗതി എഴുതുകയാണെങ്കിലും നമ്മൾ അല്ലെ, നമ്മൾ ആ ഒരു ഫീലിംഗിലായിരിക്കാം എപ്പോഴും. ഇനി സ്റ്റെപ്പ് നമ്പർ 4 ആണ് ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ. നമ്മൾ ആക്ഷൻ എടുക്കണം. ഇൻസ്പയർഡ് ആക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ജോലി ചെയ്താൽ മതി, അതിന്റെ ഒരു എന്താ പറയാ സാലറി നിങ്ങൾക്ക് കിട്ടിക്കോളും. കാരണം അതൊരു ബ്രിഡ്ജാണ് ആക്ഷൻ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ ആക്ഷൻ കൂടിയേ തീരും. അവിടെ ചില സംഗതികൾ നമ്മൾ പറയാറില്ലേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇതെന്റെ ലൈഫിലേക്ക് വന്നത്. പല ഓപ്പർച്യൂണിറ്റി നമ്മുടെ ലൈഫിലേക്ക് വരും. അതൊരു മാനിഫെസ്റ്റേഷന്റെ ഒരു സ്റ്റെപ്പാണ്. പക്ഷെ അത് ഏറ്റെടുക്കുക എന്നുള്ളത് അല്ലെ, ഒരു സംഗതി ഏറ്റെടുക്കുക എന്നത് പാർട്ട് ഓഫ് ആക്ഷൻ ആണ്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് എണീറ്റ് അപ്പുറത്തെ റൂമിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് വിഷ്വലൈസ് ചെയ്ത് അഫർമേഷൻ എഴുതിയാൽ ഞാൻ അപ്പുറത്തെത്തുവോ? എനിക്ക് ഇവിടുന്ന് എണീറ്റിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോകണം. എനിക്ക് വേണ്ട സംഗതി അവിടെ കിടപ്പുള്ളത്. ഞാൻ ഇവിടുന്ന് അഫർമേഷൻ എഴുതുന്നു, ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നു, ഞാൻ അപ്പുറത്തെത്തുവോ?
ഞാൻ എണീറ്റ് സ്റ്റെപ്പ് എടുത്ത് പോകണം. ഇനി അതെനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് പോകണം. വേണ്ടേ? യെസ്, ദാറ്റ് ഇസ് ആക്ഷൻ. അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ആക്ഷൻ നിങ്ങൾ എടുക്കാറുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ജോട്ടിങ് ഡൗൺ അഫർമേഷൻ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ, ഒരു പ്രാക്ടിക്കൽ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ എന്നും ചോദിക്കേണ്ട ഒരു ചോദ്യം നിങ്ങളോട്, ഒരു ചോദ്യം എന്നും ചോദിക്കാം അല്ലേ? വാട്ട് വൺ സ്മോൾ സ്റ്റെപ്പ് ക്യാൻ ഐ ടേക്ക് ടുഡേ? ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്ന ചെറിയൊരു സ്റ്റെപ്പ്, ചെറുതായിക്കോട്ടെ, ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് എന്താണ്? അല്ലെങ്കിൽ വാട്ട് ഐ ഹാവ് ടേക്കൺ, ഞാൻ എന്ത് സ്റ്റെപ്പാണ് ഇന്ന് എടുത്തിട്ടുള്ളത്, ഞാൻ എന്ത് സ്റ്റെപ്പാണ് എടുക്കാൻ പോകുന്നത് ടു അച്ചീവ് മൈ ഗോൾ, ടു മാനിഫെസ്റ്റ് മൈ ഗോൾ. എന്റെ ഗോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എന്ത് ആക്ഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്? ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഞാൻ ഇന്ന് ഈ സെഷൻ എടുത്തു, ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു, ഞാൻ അതിനു വേണ്ടി ബുക്ക് വായിച്ചു. ഇതേപോലെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ ആക്ഷൻ നടക്കുന്നില്ലെങ്കിൽ ഇന്ന് ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഓ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. യെസ്, ലൈലാമ്മ ബിസിനസ് ചെറിയൊരു ബിസിനസ് തുടങ്ങി. ഗ്രേറ്റ്. അതൊരു സ്റ്റെപ്പാണ്, ആക്ഷൻ ആണ്. പക്ഷെ ആ ബിസിനസ് തുടങ്ങിയിട്ടാ പോരാ, അത് ഓരോ ദിവസവും ഞാൻ അതിനു വേണ്ടി ഇന്ന് എന്ത് ചെയ്തു, നാളെ എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യും എന്നുള്ളതല്ല, ഇന്ന് ഓരോ ദിവസവും ചോദിക്കുക, ഇന്ന് ഞാൻ എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നത്. ല്ലോ റിയാലിറ്റിയുടെയും ഡ്രീംസിനും ഇടയിലുള്ള ഡിസ്റ്റൻസിനെ ഫില്ല് ചെയ്യുന്ന ഒരു സംഗതിയാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ആക്ഷൻ എടുക്കാൻ റെഡിയാണോ? ആർ യു റെഡി ടു ടേക്ക് ആക്ഷൻ? റെഡിയാണോ? സർ നോ? അതാണ് നമ്പർ 4 ആയിട്ട് വരുന്നത്. ഇനി 5ാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. എന്താണെന്നറിയോ? നേരത്തെ പറഞ്ഞ പോലെ ഈ അഫർമേഷൻ ഒന്നും പോസിറ്റീവായിട്ട് വന്നിട്ടും കംപ്ലീറ്റ്ലി മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അലൈൻ യുവർ എനർജി. നമ്മുടെ എനർജിയെ ഒന്ന് അലൈൻ ചെയ്യുക. അലൈൻ യുവർ എനർജി. അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനർജി അലൈൻ ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റുക? എനർജിയും മെഡിറ്റേഷൻ. കാരണം എന്താണെന്നറിയോ? ഈ എനർജി എന്നുള്ളത് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഇമോഷൻസ് ആണ്. എനർജി ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഇമോഷൻസ്, ആൻഡ് ഇമോഷൻ ഈസ് ദ പവർഫുൾ ലാംഗ്വേജ് ഓഫ്. അതായത് എനർജിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, എനർജി റൈസ് ചെയ്യാൻ പറ്റുന്ന, എനർജി ഫ്രീക്വൻസി എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഇമോഷനാണ് ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. വിഷ്വൽസ് ഉണ്ട് അവിടെ, ഇമോഷൻസും ഉണ്ട്. വിഷ്വൽസും ഉണ്ട്, ഇമോഷൻസും ഉണ്ട്. എന്തുകൊണ്ട് വിഷ്വലൈസേഷൻ നടക്കുന്നില്ല? വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ ടൂളാണ്. വിഷ്വലൈസേഷൻ വലിയ പണിയൊന്നുമില്ല. വിഷ്വലൈസ് ചെയ്യാൻ ഒരു പണിയില്ല, വെരി സിമ്പിൾ. എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ അവിടെ അറ്റ് ദ വെരി മൊമെന്റ് ഓഫ് വിഷ്വലൈസേഷൻ നടക്കുന്ന അതേ മൊമെന്റിൽ തന്നെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഈ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുന്നത് എന്തിനാ? വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത് അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, കാറ് അല്ലെ, ഗോൾഡ്, പണം, നമ്മുടെ കരിയർ, ഇതൊക്കെ നമുക്ക് വേണം. എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡുമായി നമ്മളിങ്ങനെ കണക്റ്റഡ് ആയി നിൽക്കുന്നു പറയും അല്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒരു പിന്നെ വലിയൊരു വീട്ടില് സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുന്ന ഒരാള്, അയാളൊരു സെക്യൂരിറ്റി ഗാർഡാണ് അല്ലേ? ആ വീട്ടിലുള്ള ആളുകൾക്ക് വലിയ വലിയ അല്ലെ, ബെൻസ്, BMW ഒക്കെ അല്ലെ, അതിനേക്കാൾ മേലെ ഉള്ള വലിയ വലിയ കാറുകളൊക്കെ ഉണ്ട്. അയാൾ ഡെയിലി ആൾക്ക് വിഷ്വലൈസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല.
അയാൾക്ക് ആഗ്രഹമുണ്ട് ഇതേപോലെ ഒരു കാർ നേടിയെടുക്കാൻ അയാൾക്ക് ആഗ്രഹമുണ്ട്. അയാൾ വിഷ്വൽ ചെയ്യേണ്ട കാര്യമല്ല, അല്ലാതെ തന്നെ അയാൾക്ക് വിഷൻ ബോർഡിന്റെ ആവശ്യമില്ല. 24 hours അല്ലെങ്കിൽ അയാളെ സെക്യൂരിറ്റി ആയിട്ട് അയാളത് കാണുന്നുണ്ട്. പക്ഷെ അയാൾക്ക് അത് കിട്ടുന്നില്ല. അയാൾ ബാക്കി എല്ലാം വീട്ടുകാർ വളരെ അടിപൊളിയായിട്ട് പോകുന്നത് കാണുന്നുണ്ട്. അവർ നല്ല നല്ല റെസ്റ്റോറൻറ്റ് പോകുന്നത് കാണുന്നുണ്ട്. അവരൊരുപാട് ക്യാഷ് ചെലവാക്കുന്ന കാണുന്നുണ്ട്. കോട്ടും സൂട്ടൊക്കെ ഇട്ട് നടക്കുന്നത് കാണുന്നുണ്ട്. ആളുകൾ റെസ്പെക്ട് ചെയ്യുന്ന കാണുന്നുണ്ട്. അല്ലെ, നല്ല ഹൈ ലെവലിൽ അവർ നടക്കുന്ന കാണുന്നുണ്ട്. ഇയാൾക്ക് പ്രത്യേകിച്ച് ഇത് വിഷ്വൽ ചെയ്യേണ്ട കാര്യമില്ല. ഇയാളുടെ കേസിൽ വേണമെങ്കിൽ ഇയാൾക്ക് ഇതാണ് എന്ന് അല്ലെ ആ ഒരു ചെറിയൊരു എഫേർട്ട് എടുത്താൽ അയാൾക്ക് വിഷ്വലൈസ് ചെയ്യാം. പക്ഷെ അയാളുടെ ലൈഫിൽ നടക്കുന്നില്ല. എന്താ കാരണം? അവിടെ വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യാത്തോണ്ടാണോ? വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടൂൾ ഫേക്ക് ആയതുകൊണ്ടാണോ? ആണോ? ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും അയാളുടെ വർക്ക് ആവുന്നില്ല. അല്ലെങ്കിൽ അയാളുടെ ഇമോഷൻസ് പലതും ആവാം, നമുക്കറിയില്ല. അയാൾക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ഇതേപോലൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഒരിക്കൽ പോലും അയാൾക്കൊരു കാർ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഇയാൾക്ക് വരുന്നില്ല. അതേസമയം ചിലപ്പോ അയാൾ അതിനെ നോക്കിക്കാണുന്നത് ചെറിയൊരു കുശുമ്പോടെ ആയിരിക്കാം. ഇവർക്ക് അല്ലെങ്കിൽ അയാളെ ഉള്ളിൽ നിന്ന് വരുന്നതാ ഇവർക്കൊക്കെ എന്തോ ആവാലോ, പൈസക്കാരും ഇത് നടക്കും, പൈസക്കാർക്ക് എന്തോ ആവാലോ. നമുക്കറിയില്ല അയാളുടെ ഉള്ളിലുള്ള ഫീലിംഗ് എന്താന്നുള്ളത്. പുറമെ അയാളത് കാണിക്കുന്നൊന്നുമില്ല. പുറമെ ഈസ് വെരി ഓക്കെ, അയാൾ ഓക്കെ ആണ് അല്ലേ. പക്ഷെ അയാളുടെ ഉള്ളിൽ കിടക്കുന്ന അവിടെയാണ് നമ്മുടെ എനർജി, നമ്മുടെ ഇമോഷൻസ്. അത് നമ്മൾ സെറ്റ് ആക്കുക എന്നുള്ളതാണ് 5ാമത്തെ സ്റ്റെപ്പാണ്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ ഇമോഷൻസ് ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളും പലതിനെയും നോക്കിക്കാണുന്നത് ചെറിയൊരു അസൂയയോടെ ആയിരിക്കാം, കുശുമ്പോടെ ആയിരിക്കാം. അതല്ലെങ്കിൽ എനിക്ക് കിട്ടൂല എന്നുള്ളൊരു ഫീലിങ്ങോടെ ആയിരിക്കാം, സെൽഫ് ഡൗട്ടോട് കൂടി ആയിരിക്കാം. ഇതൊന്നും എനിക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അവരൊക്കെ വലിയ വീട്ടിൽ ജനിച്ച ആളുകളാണ്, നമ്മളൊക്കെ പാവങ്ങൾ. ചിലപ്പോൾ ഈ ഒരു ഇമോഷൻസ് ആയിരിക്കും അയാളുടെ ഉള്ളിലേക്ക് വരുന്നത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവർ പറഞ്ഞ പോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം, അതേപോലെ തന്നെ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഹീൽ യുവർ ഇമോഷണൽ ഇന്നർ വോൺസ്. നമ്മുടെ ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആക്കി നിൽക്കുന്ന, എനിക്ക് ഇതിനൊന്നും പറ്റൂല എന്ന് വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് തോന്നിപ്പിക്കുന്ന, പണ്ടെപ്പോഴോ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ പറഞ്ഞു കേട്ട, ഇതൊന്നും നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല അല്ലെ, ഇതൊന്നും നമുക്കൊന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ വലിയ വലിയ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഇതിനൊന്നും അർഹരല്ല എന്നതോ അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ളതോ ആയ ഇമോഷണൽ വൂൺസ് പല തരത്തിലുള്ള, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാ. പല തരത്തിലുള്ള ഇമോഷണൽ വൂൺസ് ഉണ്ട്. അതിനെ ഹീൽ ചെയ്യാതെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാവും പലപ്പോഴും. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ, നമ്മളെ കളിയാക്കിയ, അബ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെ, നമ്മളെ കളിയാക്കിയിട്ടുണ്ടാവും പലരും, നിന്നെ കൊണ്ടൊന്നും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു ഇന്നർ ബേബി നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് പലപ്പോഴും നമ്മളിത് എഴുതുമ്പോഴും യെസ് ഐ ആം വർത്തി, അല്ലെങ്കിൽ എനിക്കിത് ഇന്ന ബെൻസ് കാറ് വേണം, അല്ലെങ്കിൽ ഇന്നത് വേണം എന്ന് പറയുമ്പോൾ, നിനക്ക് ഓർമ്മയില്ലേ പണ്ട് നീ ഇന്ന ചെയ്യാൻ പോയപ്പോ നിന്നോട് ഇങ്ങനെ പറഞ്ഞത് അല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിൽ സ്ഥായിയായി കിടക്കുന്ന എന്തോ ഒരു ഇമോഷൻ നമ്മൾ സ്റ്റക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ, ആ ഇമോഷൻസിനെ കൂടെ നമ്മൾ റിലീസ് ആക്കാതെ, ആ ഇമോഷൻ, കാരണം അവിടെ ഒരു നീഡാണ്, നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു നീഡാണ്. ആ നീഡിനെ റിലീസ് ആക്കണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതൊരു നീഡാണ്. കാരണം പണ്ട് 7 ഇയേഴ്സിനുള്ളിൽ ഒരാളുടെ ക്യാരക്ടർ, ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഒരാളുടെ സോഫ്റ്റ്വെയർ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ, ബ്രെയിൻ ഫോർമേഷൻ നടക്കുന്ന ആ ഒരു ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് തന്നിട്ടുള്ള, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അനുഭവിച്ചിട്ടുള്ള, നമ്മൾ ഇതാണ് നീ എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആക്കപ്പെട്ട പല ഇമോഷൻസും ഉണ്ടാവും. അത് നിങ്ങളൊന്ന് ബാക്കിലേക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള, എൻ്റെ പാരൻസിൽ നിന്നാവാം, സിബ്ലിങ്സിൽ നിന്നാവാം,
ഞാൻ സങ്കടപ്പെട്ട ഒരു സംഗതി, ഞാൻ വിഷമിച്ച ഒരു സംഗതി, ഞാൻ പ്രയാസപ്പെട്ട ഒരു സംഗതി എവിടെയോ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരിക്കലായിരിക്കില്ല, പല തവണ നടന്നിട്ടുണ്ടാവും. 7 ഇയേഴ്സിനുള്ളിൽ അത് എൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് അവിടെ ഫോം ചെയ്യുകയും പിന്നീട് ഇതാണ് ഞാൻ. പിന്നീട് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അതിന് ഈക്വൽ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ നിലനിർത്താനുള്ള കാര്യങ്ങളാണ് പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 5 നിങ്ങളുടെ എനർജി അലൈൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഫിക്സ് യുവർ ഇമോഷൻസ്. ആ ഇമോഷൻസിനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും സങ്കടത്തോടെ മാത്രം ഓർക്കുന്ന ഒരു പാസ്റ്റ് ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, ഒരു ഇന്നർ ചൈൽഡ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, അതിനെ കൂടി നിങ്ങളൊന്ന് തുറന്നു വിടേണ്ടതുണ്ട്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വീല് എല്ലാം കൂടെ നന്നായിട്ട് ഉരുളുന്നത്. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമുക്ക് ഈ അല്ലെ ഹീലിംഗ് ചെയ്യാം, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഹീലിംഗ് കൂടെ നടക്കുന്നത്. ഇനി കുറച്ച് മാനിഫെസ്റ്റേഷൻ ബ്ലോക്കേഴ്സ് പറയാനുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ സമയമായിട്ടുണ്ട്. അതിനിപ്പോ പറയണോ? മാനിഫെസ്റ്റേഷൻ ബ്ലോക്കേഴ്സ് 9 o'clock ആയിട്ടുണ്ട്. പറഞ്ഞ തന്നെയാണ്, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു. മാനിഫെസ്റ്റേഷന് ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ഈ പറഞ്ഞ സെൽഫ് ഡൗട്ട് തന്നെ. നേരത്തെ പറഞ്ഞല്ലോ, സെൽഫ് ഡൗട്ട്, നടക്കുവോ എന്നുള്ളൊരു കാര്യം. നടക്കുവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താ? കുട്ടിക്കാലത്ത് നമ്മൾ വളരെ സന്തോഷത്തോടെ, വളരെ സാഹസികമായിട്ടൊരു അഡ്വഞ്ചറസ് ആയിട്ടൊരു കാര്യം ചെയ്തപ്പോഴായിരിക്കും. ചിലപ്പോൾ ഒരു മരം കയറിയതായിരിക്കാം, അല്ലെ? ചിലപ്പോൾ നല്ലൊരു ചിത്രം എന്ന് പറഞ്ഞാൽ കുട്ടിയുടേതായ കഴിവിൽ കുട്ടി വരച്ചപ്പോഴായിരിക്കാം കുട്ടിയോട് പറഞ്ഞത്. ചിലപ്പോൾ കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇതെന്താ ഈ വരച്ചു വെച്ചിരിക്കുന്നേ, അയ്യേ കൊള്ളൂല എന്നുള്ളതാണെങ്കിൽ അന്ന് ആ കുട്ടിയുടെ ഉള്ളിൽ കയറിയിട്ടുള്ള ഫീഡ് ചെയ്തിട്ടുള്ള കാര്യം എന്താണ്? ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അല്ലെ, ഇത് എന്നെ കൊണ്ട് ഇത് പറ്റൂല. മുകളിലേക്ക് കയറുമ്പോ വീഴും എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ഉള്ളില് കയറിയിട്ടുള്ള ഒരു എന്താ പറയാ, ആ ഒരു സെറ്റ് പോയിന്റ് എന്താണ്? ഹൈറ്റിലേക്ക് പോകാൻ പാടില്ല, മേലേക്ക് പോകാൻ പാടില്ല, അല്ലേ? വലിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, വീഴും. ആ കുട്ടിക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാകും. അതൊരു ബ്ലോക്കിംഗ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയെ, അല്ലെ, അന്ന് സ്റ്റക്ക് ആയിട്ടുള്ള ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. പിന്നെ നെഗറ്റീവ് ഫോക്കസ് ആണ്. നെഗറ്റീവ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ട് എന്നുള്ളതിനേക്കാൾ നമുക്ക് എന്തില്ല. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ എനിക്കതില്ല, എനിക്കിതില്ല, അവർക്കതുണ്ട്, എനിക്കിതില്ല എന്നുള്ള ആ ഒരു നെഗറ്റീവ് ഫോക്കസ്, അതും നമ്മളെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്ന സംഗതിയാണ്. പിന്നെ ആക്ഷൻ എടുക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റിംഗ് ഫോർ മിറക്കിൾസ് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ആക്ഷൻ എടുക്കേണ്ടതിന് പകരം ഓപ്പർച്യൂണിറ്റീസ് ആണ് മിറക്കിൾസ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരിക. ഓപ്പർച്യൂണിറ്റീസ് ആണ് വരിക. പക്ഷെ അത് ഏറ്റെടുക്കുക. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ റെറ്റോറിയ പ്ലാറ്റ്ഫോം, ഞാനും ലൈലയും കുറച്ച് ഗവൺമെന്റ് ഒഫീഷ്യൽസിന് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കൊടുക്കാനുള്ള ഒരു രീതിയിലേക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, ഓൺലൈൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ അവിടെ ഫസ്റ്റ് നടന്ന എന്താ? നിങ്ങൾക്കിത് പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആക്ഷൻ എടുക്കാന്നുള്ളൊരു സംഗതി നടക്കണം. ആ റെസ്പോൺസിബിലിറ്റി, യെസ്, ഞങ്ങൾ റെഡി ആണ് എന്ന് പറഞ്ഞ് അത് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനുവേണ്ടി പ്രിപ്പറേഷൻസ്, പ്രാക്ടീസ്, സെഷൻസ് എടുക്കുക, അല്ലേ? പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക. ഈ കാര്യങ്ങൾ ആര് ചെയ്യണം? ഞങ്ങൾ ചെയ്യണം, വേണ്ടേ? വേറൊരു സംഗതി ഞാൻ പറയട്ടെ. നമ്മളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ക്യാഷാണ്. ആ ക്യാഷ് ചിലപ്പോൾ ആ ക്യാഷായിട്ട് ഇങ്ങനെ മുന്നിൽ വരികയല്ല ചെയ്യാം. അതിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് വരിക. ഞാൻ ഈ പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ ആക്ഷൻ എടുക്കേണ്ടത് ആരാണ്? നമ്മൾ ആക്ഷൻ എടുക്കുമ്പോഴാണ്
നമ്മൾ ആഗ്രഹിച്ച അല്ലെ എനിക്ക് ഇത്ര ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നുള്ള നമ്മുടെ ഒരു അല്ലെ ആഗ്രഹം അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആ ഇനാക്ഷൻ എന്ന് പറയാം, ആക്ഷൻ എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ മിറക്കിൾസ്. നമ്മൾ മിറക്കിൾസിനായിട്ട് സെഷൻ എടുക്കാനൊന്നും പറ്റൂല, ട്രെയിനിങ് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്, അതിനിപ്പോൾ പ്രിപ്പയർ ചെയ്യണം, ക്ലാസ് എടുക്കണം, അത് നടക്കൂല. പക്ഷെ എനിക്ക് ക്യാഷ് വേണം, എനിക്ക് റെക്കഗ്നേഷൻ വേണം, എനിക്ക് റെസ്പെക്ട് കിട്ടണം, എനിക്ക് അല്ലെ ഒരു ഹൈ പൊസിഷനിൽ എത്തണം. നടക്കുവോ? ആക്ഷൻ എടുക്കാതെ നടക്കുവോ? യെസ് ഓർ നോ? നടക്കൂല. അപ്പോ ആ ഒരു ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇസ് നോട്ട് എ വൺ ടൈം പ്രോസസ്. ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ്. നമ്മുടെ ഒരു ജീവിത ശൈലി, നമ്മുടെ ജീവിത രീതിയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അത് എന്തൊക്കെയായിരുന്നു വേണ്ടത്? നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം, എന്താ വേണ്ടതെന്നുള്ളത്, അത് നമ്മൾ വിശ്വസിക്കണം, ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യണം, ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കണം. അതോടൊപ്പം തന്നെ ഫൈനലി യു ഹാവ് ടു അലൈൻ യുവർ എനർജി ആൻഡ് റിലീസ് യുവർ ഇമോഷണൽ ബ്ലോക്സ് ആൻഡ് ഹീൽ യുവർ പാസ്റ്റ് ട്രോമാസ്. നമ്മുടെ പാസ്റ്റ് ട്രോമാസ് ഹീൽ ചെയ്ത് നമ്മൾ അതിൽ നിന്ന് റിലീസായി പുറത്തേക്ക് വരണം. ആ പുറത്തേക്ക് വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ആക്ഷൻ എടുക്കാൻ പോലും പറ്റുക. തുടക്കത്തിൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്നുമില്ലേ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന എന്തോ ഒരു സംഗതിയിൽ നിന്ന് എനിക്ക് ഇതിൽ നിന്നൊന്ന് പുറത്ത് കടക്കണം എന്നുള്ള ഫീലിംഗേ ഉണ്ടാവുള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, തോന്നുന്നു പോലുമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലയന്റ് ഷെയർ ചെയ്തൊരു സംഗതിയുണ്ട്. ഇതൊന്ന് റെഡി ആയപ്പോൾ മാം എനിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്, അല്ലേ? അത് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുമോ? സ്റ്റുഡന്റ് ഇവിടെ ഉണ്ട്, ഷെയർ ചെയ്യാൻ പറ്റുമോ? നസ്രത്ത് മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കോ? ഇഫ് ഇറ്റ് ഈസ് ഓക്കെ ഫോർ യു, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നസ്രത്ത് മാം? ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷെയർ ചെയ്യാന്നാണോ? ഞാൻ ഷെയർ ചെയ്തോളാം. ഓക്കെ. അപ്പോ അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, കോഴ്സിലേക്ക് വരുന്ന സമയത്ത് അവരൊരു കേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ് ഔട്ട് ആവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്ന് റെഡി ആയപ്പോഴാണ് അല്ലേ മാനിഫെസ്റ്റേഷൻ നടക്കുന്നു എന്നുള്ള രീതിയിൽ, അതായത് എന്തിലേക്കാണോ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ 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 പുറത്താന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്ന് മാത്രമല്ല, അതിലേക്കുള്ള സ്റ്റെപ്പ് എടുക്കണം, എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ട്. ആ തോട്ട് വരിക എന്നുള്ളത് എപ്പോഴാണ് നടക്കുക? നമ്മൾ നമ്മുടെ എനർജിയെ, നമ്മുടെ ഇമോഷൻസിനെ അലൈൻ ചെയ്ത് നിർത്തുമ്പോഴാണ്. അതാണ് നമ്മുടെ ട്രോമാസ്, പാസ്റ്റ് ട്രോമാസ്, ആ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിനൊക്കെ ഹീൽ ചെയ്ത് കളയുമ്പോൾ നടക്കുന്നത്. നമ്മുടെ ഇമോഷൻസ് ഒന്ന് അലൈൻഡ് ആവുകയാണ്. ആ അലൈൻഡ് ആകുമ്പോഴാണ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എന്തുണ്ടാകും? ആ ആക്ഷൻ എടുക്കാനുള്ള എനർജി നമ്മളിലേക്ക് വരുന്നത് നമ്മളൊന്ന് ഫ്രീ ആകുമ്പോഴാണ്. അതാണ് നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കോഴ്സിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അഫർമേഷൻ എന്ന് പറയുന്നതോ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടൂൾസ് ഒന്നും ഫേക്ക് അല്ല, ഇതൊന്നും ഒരിക്കലും ഫേക്ക് അല്ല, അല്ലേ? ഇതൊക്കെ നടക്കുന്ന സംഗതികൾ തന്നെയാണ്. പക്ഷെ അത് നടക്കണമെങ്കിൽ അത് മാത്രം പോരാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ റൂമിൽ നിന്ന് ഇപ്പുറത്തെ റൂമിലേക്ക് പോകണമെങ്കിൽ ഐ ഹാവ് ടു ടേക്ക് ആക്ഷൻ. ഇനി ആ എണീറ്റ് പോകാനുള്ള എനർജി എനിക്ക് കിട്ടണമെങ്കിൽ പലപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിച്ചാലും നമുക്ക് അല്ലെ ബെഡിൽ നിന്നൊന്ന് എണീക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള ഫീലിംഗിൽ ഉണ്ടാവാറുണ്ട്, ഇല്ലേ? അങ്ങനെ ഉണ്ടാവാറില്ലേ? ആകെ തളർന്നു പോകുന്ന അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് റിക്കവർ ചെയ്യണം. എനിക്കില്ലേ യെസ് ഐ ആം ഏബിൾ, എനിക്ക് കഴിയുമെന്നുള്ള ഫീലിംഗ് വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആ ട്രോമാസ് ഒക്കെ ഹീൽ ചെയ്ത് നമ്മുടെ എനർജി ലെവൽ, എനർജി ഫ്രീക്വൻസി, ആ വൈബ്രേഷൻ ഒന്ന് ഉയർത്തിയിട്ട് നമ്മൾ ആ ലെവലിലേക്ക് വരുന്നത്. അതിലുള്ള പ്രാക്ടീസ് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കോഴ്സിൽ വരുന്നത്. അപ്പൊ ആർക്കെങ്കിലും സെഷന്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാണ്, ആർക്കെങ്കിലും നമ്മുടെ സെഷനിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ 21 ജോയിൻ ആയ ആളുകളൊക്കെ ഇതിലുണ്ട്. 21 നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളെ വെൽക്കം ചെയ്യാണ് അതിലേക്ക്. ആർക്കെങ്കിലും
താങ്ക് യു ഫാത്തിമ മാം. അപ്പോൾ ആർക്കെങ്കിലും അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ലിങ്ക് കിട്ടിയത് അതുവഴി എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്, റെറ്റോറിയെ കണക്ട് ചെയ്യാവുന്നതാണ്. അതും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. 21st നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും സോണി മാം, ആർ യു ഏബിൾ ടു സ്പീക്ക്? ലെഫ്റ്റ് ആയോ സോണി മാം? ലീവ് ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടോ? കോഴ്സിനെ കുറിച്ചോ മറ്റോ എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. ഇനി അതല്ല ഇന്നത്തെ സെഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്, കോഴ്സ് അവിടെ നിൽക്കട്ടെ, ഇന്നത്തെ സെഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? സെഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി എന്തെങ്കിലും മാനിഫെസ്റ്റേഷനിൽ നേരത്തെ ചോദിച്ച പോലെ അഫർമേഷൻ വർക്ക് ആവില്ല, ആ രീതിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഫീഡ്ബാക്സ് കാര്യങ്ങളുണ്ടോ? എനി ഫീഡ്ബാക്സ്? സെഷൻ ഓക്കെ ആയിരുന്നോ? അല്ലെങ്കിൽ സെഷൻ ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടാണോ ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാത്തത്? എന്തെങ്കിലും ഫീഡ്ബാക്സ് ആർക്കെങ്കിലും തരാനുണ്ടെങ്കിൽ സംശയങ്ങളുണ്ടോ? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് എനർജി. നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. സെക്കൻഡ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. സൂപ്പർ, Thank you, ma'am. നല്ല Thank you so ക്ലാസ് much. ആയിരുന്നു. ജസാക്കല്ലാഹ് ഖൈർ. ക്ലാസ് സൂപ്പർ ക്ലാസ് ആയിരുന്നു.